തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സമവായം വേണമെന്ന് KPCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുമ്പോൾ പാർട്ടിയുടെ പ്രധാന പദവിയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് സർക്കുലർ. തുല്യ ആളുകൾ പിന്തുണയ്ക്കുന്ന 2 പേര് വന്നാൽ ടേം നിശ്ചയിക്കണമെന്നും DCCകൾക്ക് നൽകിയ സർക്കുലർ നിർദ്ദേശം. KPCC സർക്കുലറിന്റെ പകർപ്പ് 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇത്തരമൊരു സർക്കുലർ ഇറക്കാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പറയൂ ശ്രീജിത്ത്. SKN സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് KPCC നേതൃത്വം വിശദമായ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സർക്കുലറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തരത്തിലും തർക്കമുണ്ടാകരുത്, മറിച്ച് സമവായത്തിലൂടെ അധ്യക്ഷരെയും ഉപാധ്യക്ഷരെയും കണ്ടെത്തണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ 2 പേരുകൾ ഉയർന്നാൽ അവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ നേതൃത്വം ആദ്യം ഇടപെടണം. ആളുകളെ അത്തരത്തിൽ ചർച്ചയിലൂടെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ മേൽക്കമ്മിറ്റികളിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകൾ നടത്തണം. എന്നിട്ടും വീണ്ടും 2 പേരുകൾ വരികയും യോജിപ്പിലെത്താൻ കഴിയാതെ വരികയും ചെയ്താൽ ഓരോ അംഗങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചു വന്ന അംഗങ്ങളുടെ അഭിപ്രായം തേടണം. അങ്ങനെ അഭിപ്രായം തേടുമ്പോഴും 2 പേരുകൾ തുല്യാതുല്യം ആളുകൾ പിന്തുണച്ചാൽ അവിടെ 2 ടേം വ്യവസ്ഥ കൊണ്ടുവരണമെന്നാണ്. അതായത് ആദ്യം ഒരാൾക്കും പിന്നീട് രണ്ടാമത് 2.5 വർഷം മറ്റൊരാൾക്കും നൽകുന്ന ഒരു ടേം വ്യവസ്ഥ പാലിക്കണമെന്നാണ് KPCCയുടെ നിർദ്ദേശം. എന്നാൽ ടേം വ്യവസ്ഥ പാലിക്കുമ്പോൾ 2 പേരിൽ കൂടുതൽ ആളുകളെ ടേം വ്യവസ്ഥയിലേക്ക് വരരുത്. അതായത് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ കാലയളവ് വീതിച്ച് നൽകുമ്പോൾ 2.5 വർഷം 2.5 വർഷം വീതം 2 പേർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 2 പേരിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് KPCC നിർദ്ദേശിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചു വന്നവരിൽ നിന്ന് അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയിൽ സുപ്രധാന പദവി വഹിച്ചവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും ഈ സർക്കുലർ നിർദ്ദേശമുണ്ട്. എന്തായാലും ഭിന്നതയില്ലാതെ സമവായത്തിലൂടെ ഈ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കണ്ടെത്തുന്നതിനാണ് KPCC പ്രാമുഖ്യം നൽകുന്നത്. അത്തരം സർക്കുലറാണ് ഇപ്പോൾ എല്ലാ DCCകൾക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി പ്രശ്നങ്ങളില്ലാതെ ഈ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് KPCC ആവശ്യപ്പെടുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.